ഭാരതീയ ദളിത് കോൺഗ്രസ് ചവറ നിയോജകമണ്ഡലം കമ്മിറ്റി ധർണ നടത്തി. പട്ടികജാതിക്കാരുടെ വികസനത്തിന് നീക്കിവെച്ച 611 കോടി രൂപ വെട്ടിച്ചുരുക്കിയത് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് ധർണ നടത്തിയത്. പട്ടികജാതി പട്ടികവർഗക്കാരുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാനായി അനുവദിച്ച ഫണ്ടിൽ നിന്നും 611 കോടി രൂപ വെട്ടിച്ചുരുക്കിയതിന് എതിരെയാണ് ഭാരതീയ ദളിത് കോൺഗ്രസ് ചവറ നിയോജകമണ്ഡലം കമ്മിറ്റി ധർണ നടത്തിയത്. UDF ജില്ലാ ചെയർമാൻ KC രാജൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കൃഷി വകുപ്പിൽ അഗ്രികൾച്ചർ ഓഫീസറായി നേരിട്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നിയമിക്കുമായിരുന്നു. എന്തിന്? പോലീസ് വകുപ്പിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ സർക്കിൾ ഇൻസ്പെക്ടറായും DYSPമാരായിട്ടും നേരിട്ട് അതിന് K കരുണാകരൻ കണ്ടെത്തിയ ന്യായീകരണം മറ്റുള്ള എല്ലാ ആളുകളുടെയും കൂടെ ഇവർക്ക് പ്രൊമോഷൻ നോക്കിയിരുന്നാൽ പലപ്പോഴും ഇത്തരം ആളുകൾക്ക് പ്രൊമോഷൻ കിട്ടാറില്ല. അപ്പൊ അവര് മറ്റുള്ളവരെ പോലെ SP ആകുവാൻ, IG ആകുവാൻ, അതുപോലെ DO ആകുവാൻ, DD ആകുവാൻ അവർക്ക് പലപ്പോഴും കഴിയുകയില്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തടയപ്പെടും. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർക്ക് നേരിട്ടുള്ള നിയമനം. ഇപ്പൊ നമ്മുടെ KPCCയുടെ സെക്രട്ടറിമാരിൽ ഒരാളായിരിക്കുന്ന നമ്മുടെ കുളത്തൂപ്പുഴയുള്ള ശശിധരൻ, അദ്ദേഹം DD ആയി. എങ്ങനെയാണ് DD ആയത്? മറ്റുള്ളവരെ പോലെ താഴെ നിന്ന് പ്രമോഷൻ കിട്ടി വന്നതല്ല. അദ്ദേഹം നേരിട്ട് ഗസറ്റഡ് ഓഫീസറായി നിയമിച്ചു. കമലമ്മ അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഞാൻ കോൺഗ്രസിൽപ്പെട്ട നമുക്ക് താല്പര്യമുള്ള ഒരാളിന്റെ കാര്യം പറഞ്ഞോളൂ. കേരളത്തിൽ ഉടനീളം നൂറുകണക്കിന് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ IG-മാരായിട്ടുണ്ട്, DD-മാരായിട്ടുണ്ട്, അഗ്രികൾച്ചർ അഡീഷണൽ ഡയറക്ടറായിട്ടുണ്ട്, വ്യവസായ വകുപ്പ് അഡീഷണൽ ഡയറക്ടറായിട്ടുണ്ട്, ചീഫ് എഞ്ചിനീയർ ആയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്തത് എന്തിനാണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കേരളത്തിലെ മറ്റ് ജനവിഭാഗങ്ങളുടെ തുല്യത, അവരെ പോലെ തുല്യത. നടപ്പ് സാമ്പത്തിക വർഷം 611 കോടി രൂപ വെട്ടിച്ചുരുക്കുന്നതിലൂടെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ പഠനം, ഭവന പദ്ധതികൾ, അടിസ്ഥാന വികസനം എന്നിവ സ്തംഭിച്ച് ജീവിത നിലവാരം തകരുമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി CK രവീന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി. പന്മന രവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് വെഞ്ചേമ്പ് സുരേന്ദ്രൻ, കോലത്ത് വേണുഗോപാൽ, പന്മന ബാലകൃഷ്ണൻ, അൻവർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.